വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ പ്രവാസി മലയാളികൾ എന്നും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവരുടെ നാട്ടിലെ UPI സേവനങ്ങൾ അവർക്ക് വിദേശ നമ്പറിൽ ലഭ്യമാകുമോ എന്നുള്ളത്. ഇന്ന് ഇതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ UPIയുടെ ഏറ്റവും പുതിയ കുറച്ച് ഫീച്ചേഴ്സുകളും കൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ NRI അക്കൗണ്ട് ഉള്ളവർക്ക് അന്താരാഷ്ട്ര നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ UPI ഇടപാടുകൾ നടത്തുവാൻ വേണ്ടി NPCI അനുമതി നൽകിയിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഒരു 10ഓളം രാജ്യങ്ങൾക്ക് ഇത് അനുമതി നൽകിയിട്ടുണ്ട്. അതിൽ UAE, UK, കാനഡ, ഓസ്ട്രേലിയ അങ്ങനെ നിരവധി രാജ്യങ്ങൾ ഇപ്പോൾ ആഡായിട്ടുണ്ട്. നിങ്ങളുടെ വിദേശ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പണമിടപാടുകൾ നടത്തുവാൻ ഇപ്പോൾ സാധിക്കും. അതിനുവേണ്ടി പണം സ്വീകരിക്കാനും അതുപോലെ തന്നെ പണം അയക്കുവാനും നിങ്ങൾക്ക് അന്താരാഷ്ട്ര നമ്പറുകൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അന്താരാഷ്ട്ര നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ QR കോഡ് സ്കാൻ ചെയ്തു വരെ നിങ്ങൾക്ക് പണം അയക്കുവാനുള്ള സംവിധാനം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. UPI പേയ്മെൻറ്റ് ഇടപാടുകൾ അന്താരാഷ്ട്ര നമ്പറുകൾ ഉപയോഗിച്ച് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് NRI അല്ലെങ്കിൽ NRO അക്കൗണ്ട് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വിദേശ നമ്പർ നാട്ടിലെ ബാങ്കുമായിട്ട് ആഡ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾക്ക് നേരിട്ട് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിൽ ഉപയോഗിച്ചും ആഡ് ചെയ്യാൻ പറ്റും. ബാങ്കിലോട്ട് മെയിൽ അയച്ചുകൊണ്ട് നിങ്ങൾക്ക് അന്താരാഷ്ട്ര നമ്പർ നിങ്ങളുടെ ബാങ്കിൽ ആഡ് ചെയ്യാനുള്ള സൗകര്യവും ഇപ്പോൾ ലഭ്യമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് UPIയുടെ ഏറ്റവും പുതിയ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് UPI ലൈറ്റ് എന്ന് പറയുന്ന ഒരു വാലറ്റാണ്. ഇത് ഗൂഗിൾ പേയിൽ എല്ലാവർക്കും ലഭ്യമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ എമൗണ്ടുകൾ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി പിൻ നമ്പർ അടിക്കേണ്ട എന്നുള്ളതാണ്. അതായത് ചെറിയ എമൗണ്ടുകളുടെ ട്രാൻസാക്ഷനുകളൊക്കെ ഈസി ആയിട്ട് നടക്കാൻ വേണ്ടിയാണ് UPI ഇങ്ങനെ ഒരു സംവിധാനം നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ പണം അയക്കുമ്പോൾ ബാങ്ക് സർവർ വഴിയാണ് അത് പോകുന്നത്. എന്നാൽ UPI ലൈറ്റ് ഉപയോഗിക്കുന്നത് ബാങ്ക് സർവർ തിരക്കിലാണെങ്കിലും പേയ്മെൻറ്റ് പരാജയപ്പെടുത്തില്ല. പിൻ നമ്പർ വേണ്ട. 500 രൂപയിൽ താഴെയുള്ള ഇടപാടുകൾ UPI പിൻ അടിക്കാതെ തന്നെ നമുക്ക് പണം അയക്കാൻ ഇതിലൂടെ സാധിക്കും. നിങ്ങളുടെ UPI ആപ്പിലെ ഒരു വാലറ്റ് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൽ പരമാവധി 2000 രൂപ വരെ സൂക്ഷിക്കാം. ഒരു തവണ 500 രൂപ വരെ പിന്നില്ലാതെ നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും. ഇതാണ് UPI ലൈറ്റ് എന്ന് പറയുന്ന ആപ്പിൻ്റെ പ്രത്യേകത. ഇത് വളരെയധികം ഉപകാരമുള്ള ഒരു ഫീച്ചറാണ്. ഇനി രണ്ടാമതായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് UPI ടാപ്പ് ആൻഡ് പേ എന്ന് പറയുന്നതാണ്. സാധാരണ നമ്മൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ടാപ്പ് ചെയ്താണ് പണം അയക്കാറുള്ളത്. അതിന് പകരമായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പണം അയക്കുവാനുള്ള ഒരു സംവിധാനമാണ് ഇത് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ കടകളിൽ POS മെഷീനുകളുടെ അടുത്ത് നിങ്ങളുടെ ഫോൺ വെറുതെ ഒന്ന് കാണിച്ചാൽ അല്ലെങ്കിൽ ടാപ്പ് ചെയ്താൽ QR കോഡ് സ്കാൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പണം അയക്കാൻ സാധിക്കും. ഈ സൗകര്യം ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങളുടെ ഫോണിൽ NFC എന്ന ഫീച്ചർ ഉണ്ടായിരിക്കണം. സാധാരണ നമ്മൾ ഈ ഫോണൊക്കെ വാങ്ങുമ്പോൾ NFC ഫീച്ചേഴ്സ് ഉള്ള ഫോണുകൾ പറയാറില്ലേ, ആ ഫോണുകളിലൂടെ മാത്രമേ ഈ ഒരു സൗകര്യം നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. QR കോഡ് കാണാത്ത സാഹചര്യങ്ങളിൽ അല്ലെ വ്യക്തമാകാത്ത സാഹചര്യങ്ങളിലും പെട്ടെന്ന് പണം അടയ്ക്കുമ്പോഴും ഇത് വളരെയധികം ഉപകാരപ്പെടും. നമ്മൾ സാധാരണ QR കോഡൊക്കെ സ്കാൻ ചെയ്ത് അയക്കാൻ നേരത്ത് അത് വളരെയധികം ബുദ്ധിമുട്ട് നേരിടാറുണ്ട്, അല്ലെങ്കിൽ അത് കാണാതെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വളരെയധികം എളുപ്പമായിട്ടുള്ളൊരു ഫീച്ചറാണ് ഇത്. ഇനി മൂന്നാമതായിട്ടുള്ളൊരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വോയിസ് മോഡ് പേയ്മെൻറ്റ് സിസ്റ്റമാണ്. ഇത് നമുക്ക് സംസാരിച്ചുകൊണ്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റുകൾ ചെയ്യുവാൻ സാധിക്കുന്ന അതിനൂതനമായിട്ടുള്ള ഒരു AI ഫീച്ചേഴ്സാണ്. ഇതിനെ നമ്മൾ ഹലോ UPI എന്നും വിളിക്കാറുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ആപ്പ് തുറന്ന് ടൈപ്പ് ചെയ്യുന്നതിന് പകരം ശബ്ദത്തിലൂടെ പറഞ്ഞാൽ മതി. ആപ്പ് അത് മനസ്സിലാക്കി പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യും. നിലവിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഇത് ലഭ്യമാണ്. മലയാളം ഉൾപ്പെടെ പ്രാദേശിക ഭാഷകൾ ഉടൻ തന്നെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും സജീവമാവും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പ്രായമായവർക്കും ഡ്രൈവിംഗ് പോലെയുള്ള തിരക്കുള്ള ജോലികൾ ചെയ്യുന്നവർക്കും ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചേഴ്സാണ്. ഈ 3 ഫീച്ചേഴ്സും UPIയുടെ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചേഴ്സാണ്.
പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ UPI ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ UPI ഇടപാടുകൾ നടത്തുമ്പോൾ നമ്മുടെ പിൻ നമ്പറുകൾ, അതുപോലെ തന്നെ നമുക്ക് വരുന്ന OTPകൾ, ഇതൊന്നും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കരുത്. ഇത് വളരെയധികം സ്വകാര്യത നിങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങളാണ്. ഇത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും. ബൈ.